വിഷൻ ബോർഡ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇനി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതല്ല വിഷൻ ബോർഡിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് സൂപ്പർ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ 3 ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ വിഷൻ ബോർഡ് എന്താണ്, അതിന് പിന്നിലെ സയൻസ് എന്താണെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തൊക്കെ ഐറ്റംസ് വേണം, ഏതൊക്കെ മൊബൈൽ ആപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഈ വിഷൻ ബോർഡ് നല്ല സക്സസ്ഫുൾ ആവാനും നല്ല രീതിയിൽ നമുക്ക് ഇഫക്റ്റീവ് ആകാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് എലിസബത്ത്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഹീൽ ആൻഡ് ത്രൈവ് വർക്ക്ഷോപ്പ് ഫെബ്രുവരി 22 അടുത്തത് വരുന്നത്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ചാപ്റ്റർ 1, വാട്ട് ഇസ് വിഷൻ ബോർഡ് ആൻഡ് ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ്. നമ്മളുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒക്കെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ഗോൾസ്, ഡ്രീംസ്, പ്ലാൻസ്, നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോട്ടോസായിട്ടും ഇമേജസ് ആയിട്ടും നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിട്ടും ഒക്കെ നമ്മൾ നമ്മുടെ കൺമുന്നിൽ സ്ഥാപിക്കുന്നതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാനിതൊന്നും ഒരു കാലത്ത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളല്ല. കാരണം കുറേ ഫോട്ടോസൊക്കെ വെട്ടിയൊട്ടിച്ച് അതിനെപ്പറ്റി പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചു അല്ലാതെ നടന്നു കിട്ടുമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇല്ലോജിക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള സയൻസും നമ്മുടെ ബ്രെയിനിൻ്റെ റോളും അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് വളരെ കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ന്യൂറോ സയൻസ് പ്രകാരം റിയൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളും ബ്രെയിൻ ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ ഡോക്ടർ ബ്ലാസ്ലെറ്റോ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിൽ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവരെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിനോട് 30 ദിവസത്തേക്ക് 30 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് 30 ദിവസത്തേക്ക് ഒന്നും ചെയ്യരുത് എന്നാവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്രൂപ്പിനോട് ഒരു ജിമ്മിൽ വരാൻ പറഞ്ഞിട്ട് 30 മിനിറ്റത്തേക്ക് വിഷ്വലൈസേഷൻ മാത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടു. സോ ഈ സ്റ്റഡിയുടെ റിസൾട്ട് വന്നത് ഈ ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് പ്രാക്ടീസ് ചെയ്ത ഗ്രൂപ്പ് 24% ഇംപ്രൂവ്മെൻറ്റ് കാണിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പ് പ്രാക്ടീസ് ഒന്നും ചെയ്യാതിരുന്ന ഗ്രൂപ്പിന് ഒരു ഇംപ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. വിഷ്വലൈസേഷൻ മാത്രം ചെയ്ത തേർഡ് ഗ്രൂപ്പിൽ 23% ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ RAS, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. സോ ഈ RAS ആണ് നമ്മൾക്ക് വേണ്ടാത്ത ഇൻഫർമേഷനെ ഫിൽറ്റർ ചെയ്ത് വേണ്ട ഇൻഫർമേഷൻ മാത്രം ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒക്കെ പിക്ചേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് കൺമുന്നിൽ കാണുമ്പം നമുക്ക് അതിനോട് കൂടുതലായിട്ട് ഓക്കെ ഇതാണ് നമ്മൾക്ക് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് കൂടുതൽ ഫോക്കസ് ചെയ്യാനും നമ്മളെ സഹായിക്കും. അതേ തുടർന്ന് നമ്മളുടെ ഗോൾസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോട്, റിസോഴ്സസിനോട്, ഓപ്പർച്യൂണിറ്റീസിനോടൊക്കെ നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. നമ്മുടെ ഗോൾസുമായിട്ട് നമ്മൾ കൂടുതൽ അലൈൻഡ് ആവുകയും ചെയ്യും. ഇതേ തുടർന്ന് നമ്മൾ ആക്ഷൻ എടുക്കും നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട്. നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന 95% കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് സബ് കോൺഷ്യസിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ തോട്ട്സിൻ്റെയും ബിലീഫ്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിട്ടാണ് നമ്മൾ ഓരോ ആക്ഷൻസും ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വിഷൻസും നമ്മളുടെ ഗോൾസും ഡ്രീംസും ഒക്കെ നമ്മുടെ കൺമുന്നിൽ എപ്പോഴും കാണുമ്പം നമ്മുടെ ഡ്രീം ലൈഫും നമ്മുടെ കറണ്ട് ലൈഫുമായിട്ടുള്ള ഗ്യാപ്പ് വളരെ കുറയുവാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസിന് ഇത് വളരെ ഈസി ആയിട്ടും വളരെ നോർമലൈസ്ഡ് ആയിട്ടും തോന്നും. അതേസമയം നമ്മുടെ ഗോൾസ് അയ്യോ ഭയങ്കര ഫാർഫെഷ്ഡ് ആണ്, കുറേ നമ്മൾ ഭയങ്കര പാടാണ് അത് അച്ചീവ് ചെയ്യാൻ, അത് കുറേ ദൂരം ചെല്ലണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഗോൾസിനെ പെർസീവ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പാടായിരിക്കും നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈസി ആക്കുവാണ്, നമ്മുടെ ബ്രെയിനിന് ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കാര്യം ആക്കുവാണ് നമ്മൾ ഇതിനെ വിഷ്വലി നമ്മൾ എപ്പോഴും നമ്മളുടെ കൺമുന്നിൽ കാണുമ്പോൾ.
ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എനിക്കത് എളുപ്പമാണെന്നും എൻ്റെ കോണ്ടന്റ് നല്ലതാണെന്നും എനിക്ക് അതിനെ കൊണ്ട് പറ്റുമെന്നും. പക്ഷെ അതേസമയം ഞാനിത് എനിക്ക് ഭയങ്കര പാടാണ്, അതിന് കുറേ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ കഷ്ടപ്പെടണം, എൻ്റെ കോണ്ടന്റ് അത്ര നല്ലയൊന്നും അല്ല, അങ്ങനെയൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്കും പറ്റും. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡി പറയുന്നത് നമ്മുടെ ഗോൾസ് എഴുതി വെക്കുവാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് 10 ടൈംസ് കൂടുതലായിരിക്കും. സോ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസിൻ്റെ ഒരു വിഷ്വൽ എക്സ്റ്റൻഷൻ ആണല്ലോ. സോ നമ്മൾ ഇത് നമ്മുടെ മുന്നിൽ ഇതിങ്ങനെ പ്ലേസ് ചെയ്യുമ്പം, നമ്മൾ സ്ഥിരമായിട്ട് ഇത് കാണുമ്പം നമ്മുടെ ഗോൾസും ഡ്രീംസും ഒക്കെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. Chapter 2, the 5-step process to create a vision board. ഈ 5-step പ്രോസസ്സ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, നമുക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ജാനുവരി കഴിഞ്ഞു പോയി ഇനി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന പ്രായക്കാർക്ക് ഇത് പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വിഷൻ ബോർഡ് ഉണ്ടാക്കാം. സോ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഞാൻ 1 by 1 ആയിട്ട് പറയാം. Step 1, visualize or journal about your dream life. പലരും വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ഇവിടെയാണ്. അതായത് നമ്മൾ മറ്റു പലയിടത്തുനിന്നും ഇൻസ്പിറേഷൻസ് എടുത്തിട്ടായിരിക്കും നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. ഇൻസ്പിറേഷൻ എടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ പോലെ തന്നെ നമ്മളുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ നോക്കിയാൽ അതത്ര വർക്കൗട്ട് ആവില്ല. നമുക്കേ അറിയുള്ളൂ നമ്മളുടെ ഡ്രീം ലൈഫ് എന്താണെന്ന്, നമുക്ക് മാത്രമേ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ധാരണയുള്ളൂ. നമുക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടതെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജേർണൽ ചെയ്യുകയോ ചെയ്യണം. ഞാൻ കുറച്ച് ജേർണൽ പ്രോംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ജേർണൽ ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രീം ലൈഫിനെ പറ്റി മനസ്സിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യുക. ഞാൻ കുറച്ച് കാറ്റഗറീസും തിരിച്ചിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇപ്പം നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, അങ്ങനെ പല പല കാറ്റഗറീസിൽ നമുക്ക് എന്തായി തീരണം, അല്ലെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഇന്നതാണ് വേണ്ടതെന്ന് നമ്മൾ അതേപ്പറ്റി ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, കാറ്റഗറൈസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഞാൻ പ്രധാനമായിട്ടും ഇത് 5 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 5 കാറ്റഗറീസ് എന്ന് പറയുന്നത്: 1 പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് വെൽബീയിങ്, 2 കരിയർ ആൻഡ് ഫിനാൻഷ്യൽ ഗോൾസ്, 3 ഹെൽത്ത് ആൻഡ് വെൽനെസ്, 4 റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ ലൈഫ്, 5 ലൈഫ് സ്റ്റൈൽ ആൻഡ് എക്സ്പീരിയൻസസ്. സോ ഈ 5 കാറ്റഗറിയിലും നിങ്ങൾ എന്തൊക്കെ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതിനെപ്പറ്റി നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യണം, എഴുതി വെക്കണം. എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ചുമ്മാ ഐ വോണ്ട് ടു ബി ഫിറ്റ് അങ്ങനെ എഴുതി വെക്കുകയല്ല. ഫിറ്റ് എന്നുള്ളതിന് നിങ്ങളുടെ ഡെഫിനിഷൻ എന്താണ്, നിങ്ങൾ നിങ്ങളെ അവിടെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് എഴുതി വെക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ സ്ഥിരം ജിമ്മിൽ പോകുന്നത്, അതല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത്. സോ എന്താണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇമേജ് അതിനെക്കുറിച്ചാണ് എഴുതി വെക്കേണ്ടത്. അതായത് ഐ വോണ്ട് ടു ബി എ സ്പിരിച്വൽ പേഴ്സൺ അങ്ങനെ എഴുതുന്നതിനെക്കാട്ടിലും ഐ ആം സംബഡി ഹു റീഡ്സ് ദ ബൈബിൾ എവറി ഡേ. അപ്പോൾ എൻ്റെ മനസ്സിൽ കാണണം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്നത്. ആ ഇമേജ് ആണ് ഞാൻ എടുക്കേണ്ടത്. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മൾ ഗോൾസ് വെറുതെ എഴുതുന്നതിനെക്കാട്ടിലും നിങ്ങൾ മനസ്സിൽ കാണണം നിങ്ങൾ ആ പെർട്ടിക്കുലർ ഡ്രീം ലൈഫ് അച്ചീവ് ചെയ്യുന്നത്. അവിടെ നിങ്ങളെയാണ് നിങ്ങൾ കാണേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ചൂസ് ദ മീഡിയം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നിങ്ങളിപ്പോൾ ഏത് ഫേസ് ഓഫ് ലൈഫിലാണ് ഉള്ളത് എന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മീഡിയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചിലർക്ക് പ്ലാനറിൽ ഇതുണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം, അതല്ലെങ്കിൽ ഐപാഡിലോ അല്ലെങ്കിൽ ഫോണിലോ ഡിജിറ്റൽ സ്പേസിലോ ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം. അതല്ല നമുക്ക് വാളിൽ ഇത് പ്ലേസ് ചെയ്യാനുള്ള ഒരു കംഫർട്ടബിൾ സ്പേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങനെയും ചെയ്യാം. ഞാൻ ഹോസ്റ്റലിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്ലാനറിലായിരുന്നു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ അത്ര കംഫർട്ടബിൾ ആവില്ലല്ലോ എല്ലാവരെയും നമ്മളുടെ ഡ്രീം ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എൻ്റെ ഗോൾസും ഡ്രീംസും ഒക്കെ ഷെയർ ചെയ്യുന്നത് ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ വാളിലാണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെഷ് ബോർഡ് യൂസ് ചെയ്യാം.
അതല്ലെങ്കിൽ ഇതുപോലത്തെ ബോർഡ്സ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇത് രണ്ടും ഞാൻ മിസ്റ്റർ DIY എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ ഇത് ക്രിയേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ബുക്കിലാണ് അല്ലെങ്കിൽ പ്ലാനറിലാണ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഒരു ബുക്കിൻ്റെ ഇതുപോലെ 2 സൈഡ്സ് എടുത്തിട്ട് ആ സ്പേസ് യൂസ് ചെയ്തും നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ, നിങ്ങളിപ്പോൾ ഏത് ഫേസ് ഓഫ് ലൈഫിലാണോ ഉള്ളത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ മീഡിയം ചൂസ് ചെയ്യാവുന്നതാണ്. 4ാമത്തെ സ്റ്റെപ്പ്, ഗ്യാദർ ദ വിഷ്വൽ എലമെൻറ്റ്സ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 ആപ്സ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി ഫോണിലുള്ള ആപ്പ് തന്നെ ആയിരിക്കും. ഒന്ന് പിൻട്രസ്റ്റ്, 2 ക്യാൻവ. ഈ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ കുറേ ഈസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ് കിട്ടും. സോ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് കുറേ പിക്ചേഴ്സ് കിട്ടും. അതിൽ നിങ്ങളോട് റിസണേറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കണക്ഷൻ തോന്നുന്ന പിക്ചേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സ് എല്ലാം ക്യാൻവ എന്ന ആപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഒരു A4 സൈസ് ഷീറ്റിലോട്ട് ഇതെല്ലാം കൂടെ പേസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്താൽ മാത്രം മതി. പ്രിന്റ് എടുക്കേണ്ട, ഡിജിറ്റലായിട്ടാണ് നിങ്ങൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതങ്ങനെ മതി. അതല്ല, പ്രിന്റ് എടുക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു പ്രിന്റിംഗ് ഷോപ്പിൽ ചെന്നാൽ അവരത് നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ പേപ്പറിലോ അല്ലെങ്കിൽ സാധാരണ പേപ്പറിലോ അവരത് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് തരും. സോ എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യുക. 5ാമത്തെ സ്റ്റെപ്പ് സിമ്പിളാണ്, പക്ഷെ നിങ്ങളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്യണം. അതായത് ഈ വെട്ടിയെടുത്ത പിക്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നല്ല കണ്ണിന് നല്ല പ്ലീസിങ് ആയിട്ടുള്ള രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ഗോൾസിലെല്ലാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നടുക്കും, ബാക്കിയുള്ളതൊക്കെ ചുറ്റിനും അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും, പക്ഷെ കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം നമ്മളിത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സ്പിരിച്വൽ അല്ലെങ്കിൽ ഹെൽത്ത്, അങ്ങനെ ഓരോ കാറ്റഗറിയും ഒരുമിച്ച് വേണം പിക്ചേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ സിമ്പിൾ ആയിട്ടുള്ള 5 സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ വിഷൻ ബോർഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സോ ഇനി ഈ വിഷൻ ബോർഡ് ഏറ്റവും നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ, സൂപ്പർ സക്സസ്ഫുൾ ആവാൻ, ഇഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. 1ാമത്തെ ടിപ്പ്, ഹാവ് ആൻ ഇമോഷണൽ കണക്ഷൻ വിത്ത് ദീസ് പിക്ചേഴ്സ്. അതായത് നമ്മൾ ആദ്യമേ ജേർണൽ ചെയ്യുമ്പോഴേ, വിഷ്വലൈസ് ചെയ്യുമ്പോഴേ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻസ് നമ്മളുടെ ഈ ഡ്രീം ലൈഫിനോടുണ്ടാവും. നമുക്ക് നമ്മളുടെ ഗോൾസിനോടും ഡ്രീംസിനോടും പ്ലാൻസിനോടും ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഗോള് അച്ചീവ് ചെയ്യുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ഫീല് നമുക്കിപ്പോഴേ തോന്നണം. സോ നമ്മൾ വിഷൻ ബോർഡ് നമ്മളിങ്ങനെ കാണുമ്പം നമുക്ക് അതിൽ തുടർന്നുള്ള ഹാപ്പിനെസ്, പീസ്, സാറ്റിസ്ഫാക്ഷൻ അതെല്ലാം നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യണം. ഈ പിക്ചേഴ്സ് എല്ലാം ഇമോഷണലി നമ്മളോട് സംസാരിക്കണം. 2ാമത്തെ ടിപ്പ്, പെയർ ഇറ്റ് വിത്ത് അഫർമേഷൻസ്. അഫർമേഷൻസിനെ കുറിച്ച് നമ്മൾ മോർണിംഗ് റുട്ടീൻ്റെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മളോട് തന്നെ വളരെ വിശ്വാസത്തോടെ പ്രസ്താവിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വിഷൻ ബോർഡ് കാണുമ്പം നമ്മൾ അഫർമേഷൻസും കൂടെ ആ കൂട്ടത്തിൽ പറയുകയോ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആകും. അതായത് ഈ വിഷൻ ബോർഡ് കാണുമ്പോഴേ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവുള്ളൂ, അങ്ങനെയൊന്നും നിർബന്ധമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇതേപ്പറ്റി കുറേ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അഫർമേഷൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ വിശ്വസിക്കാനും നമ്മുടെ സബ് കോൺഷ്യസ് നല്ല രീതിയിൽ അതിനെ പെർസീവ് ചെയ്യുകയും നല്ല സ്ട്രോങ് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് അഫർമേഷൻസും കൂടെ പറയാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. നമ്മൾ മോർണിംഗ് റുട്ടീൻ്റെ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ, സൈലൻസ്, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, ഈ 3 സ്റ്റെപ്സും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല സൂപ്പർ ഹെൽപ്ഫുൾ ആവും. സോ ഇനി അതല്ല, ഈ പ്രോസസ്സസ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മാഗസിൻസിൽ നിന്നോ അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്നോ നിങ്ങളോട് കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ഡ്രീം ലൈഫോ ആയിട്ട് മാച്ച് ചെയ്യുന്ന പിക്ചേഴ്സ് അതിൽ നിന്നാണെങ്കിലും വെട്ടിയെടുത്താലും മതി. 3ാമത്തെ സ്റ്റെപ്പ്, പ്രാക്ടീസ് ഇറ്റ് ഇൻ ദ മോർണിംഗ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, നമ്മൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്താണ് നമ്മുടെ സബ് കോൺഷ്യസ് കൂടുതലും ആക്റ്റീവ് ആകുന്നത്. സോ ഈ സമയത്താണ് നമ്മൾ വിഷ്വലൈസേഷനും അഫർമേഷൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്
ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ നമ്മൾക്ക് ഇമ്പാക്റ്റ്ഫുൾ ആകും. സോ പ്രിഫറബിളി രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ഈ വിഷൻ ബോർഡ് നമ്മൾ കാണുകയും വിഷ്വലൈസ് ചെയ്യുകയും ആ കൂട്ടത്തിൽ തന്നെ അഫർമേഷൻസ് പറയുകയും ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർത്ത് ടിപ്പ്, മേക്ക് ഇറ്റ് ആക്സസിബിൾ. അതായത് നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ പോരാ, നമുക്ക് എന്നും കാണാൻ പറ്റണ രീതിയിൽ, അതല്ലെങ്കിൽ നമുക്ക് എന്നും എടുത്ത് ഈ വിഷ്വലൈസേഷൻ്റെ സമയത്ത് നോക്കാൻ പറ്റണ രീതിയിലായിരിക്കണം ഇത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ടിപ്പ് വിച്ച് ഐ ബിലീവ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ, അതായത് ഇൻകോർപ്പറേറ്റ് പ്രെയർ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവറിനെ പറ്റി ഞാൻ നേരത്തെയും പല വീഡിയോസിലും സംസാരിച്ചിട്ടുണ്ട്. സോ ഈ വിഷൻ ബോർഡ് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ടോണിലും കൂടെ നമ്മൾ എടുക്കുവാണെങ്കിൽ, അതായത് താങ്ക് യു ലോർഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഗോൾ, അങ്ങനെ ദൈവത്തോടാണ് ഞാൻ നന്ദി പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിനോട് താങ്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഹയർ പവറിനോട് താങ്ക് ചെയ്യാം. സോ അങ്ങനെ ഒരു താങ്ക്ഫുൾനെസ്സും അതേപോലെ തന്നെ ഒരു പ്രെയറും കൂടെ ഇതിലൂടെ ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് സൂപ്പർ പവർഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് വിഷൻ ബോർഡ്, അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്നും, രണ്ടാമത് ഇത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സിനെ കുറിച്ചും, വിഷൻ ബോർഡ് സൂപ്പർ സക്സസ്ഫുൾ ആകാനുള്ള ഒരു 5 ടിപ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഡ്രീം ലൈഫിൻ്റെ ജേർണൽ പ്രോംസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക്. അതുപോലെ തന്നെ കാറ്റഗറീസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സോ ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ഐ ലവ് യു ഓൾ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ.